മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അങ്ങനെ മേഘനാഥിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹമെല്ലാം കഴിഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി വീട്ടിലോട്ട് വരികയാണ്. അന്നേരം സീമന്തിനിയും വാമദേവനുമെല്ലാം വളരെ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആദ്യ രാത്രിയിൽ മേഘനാഥന് ഒരു ഫോൺ വരുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ അത് കാണുമ്പോൾ ഭയത്തോടു കൂടി ഫോണുമായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്. അന്നേരം ആ ഫോണിൽ വിളിക്കുന്നത് മാനസ എന്നൊരു പെണ്ണാണ് വിളിക്കുന്നത്. അങ്ങനെ മേഘനാഥനാകെ വിഷമത്തോടുകൂടി ചോദിക്കും, നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മാനസ പറയുന്നുണ്ട്, തൻ്റെ ഈ സമയത്ത് തന്നെ ഞാൻ വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് ഇപ്പം തന്നെ നിൻ്റെ ആദ്യ രാത്രി തന്നെ ഞാൻ വിളിച്ചത്. തനിക്ക് എന്നെ ഓർമ്മയുണ്ടല്ലോ, തൻ്റെ കുട്ടിയും ഇവിടെ ഉള്ള കാര്യം തനിക്ക് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് താൻ എനിക്കും എൻ്റെ കുട്ടിക്കും ചിലവിന് തന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന സമയത്തോട്ട് ഞാൻ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് മേഘനാഥിനെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടുകൂടി ജീവിക്കുക, നല്ലതല്ലാത്ത ഒരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നൊക്കെ മാനസ ആശംസിക്കുന്നുണ്ട്. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മേഘനകത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ കല്യാണത്തിന് വിളിക്കാൻ വിട്ടുപോയതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘൻ അവിടെ ഉരുളുന്നുണ്ട്. അപ്പം തന്നെ വേറൊരു ഫോണും വരുന്നുണ്ട് അപ്പോൾ അത് എടുക്കുന്നത് മഞ്ജു ആയിരിക്കും. മഞ്ജു ചോദിക്കും, ഇതാരാണ് ഈ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ, അതും ഇതുപോലെ ഞാൻ ആരെങ്കിലും കല്യാണം വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരിക്കും, അത് അവരായിരിക്കും വിളിക്കുന്നത്. ഏതായാലും ഇനി ഈ സമയത്ത് നമുക്കൊരു ശല്യമായിട്ട് ഇത് റിങ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട് മേഘനാഥൻ. പിന്നീട് വിവാഹ സൽക്കാരത്തിന് വേണ്ടി മഞ്ജു മേഘനാഥനുമായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനും മഹാലക്ഷ്മിയും അവിടെ ഉണ്ട്. അന്നേരം അവർ പറയുന്നുണ്ട്, കാലണ പൈസയും ഒരു തരി പൊന്നുമില്ലാതെ നീ എൻ്റെ മോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ കണ്ണൻ്റെ അടുത്ത് ചാടിക്കയറുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇനി അതിനെല്ലാം വേറൊരു അവകാശി കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഇത്രയും കാലം ഒരു സൈൻ ചെയ്യേണ്ടത് എൻ്റെ മാത്രമായിരുന്നു, ഇനി ചെയ്യേണ്ടത് ഒരാളുടെയും കൂടി സൈൻ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മഹിക്കാണ് എൻ്റെ സ്വത്തിൻ്റെ പകുതി അവകാശം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനും മഹിയുടെയും കൂടെ സൈനും കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ആകെ വല്ലാണ്ടായി പോകുന്നുണ്ട്. ഇത്രയും എളുപ്പം മഹിയുടെ പേരിലോട്ട് സ്വത്ത് എഴുതി കൊടുത്തതിൽ എല്ലാവർക്കും വളരെ നീരസമാണ് കാണിക്കുന്നത്. കരുണയ്ക്ക് ഇത് കേൾക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനി ഇതിൽ കൂടുതലൊരു ദുരന്തം സംഭവിക്കാനില്ല എന്നുള്ള മട്ടിൽ കരുണ റൂമിൽ പോയി ഭ്രാന്തിയെ പോലെ എല്ലാം വലിച്ചെറിയുകയും ദേഷ്യം അടക്കാനാകാതെ അലറി വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നീട് മേഘനാഥനെയും വാമദേവനെയും പ്രതാപനെയുമാണ് കാണിക്കുന്നത്. പ്രതാപൻ പറയുന്നുണ്ട്, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് എൻ്റെ മോളെ ഒരു തരത്തിലും അവിടെ ജീവിച്ചു പോകാൻ ഇവൾ സമ്മതിക്കില്ല. ഒരു വേലക്കാരിയെ പോലെ ഉണ്ടായിരുന്ന ഇവളെ ഇപ്പോൾ അവിടെ പോയി എല്ലാ സ്വത്തിൻ്റെ അവകാശിയായി മാറിയിരിക്കുകയാണ്. ഇതെൻ്റെ മോളെ എങ്ങനെ സഹിക്കും, അതുകൊണ്ട് ഇത് ഞാൻ വേറെ ആരെ ഏൽപ്പിക്കുകയല്ല, ഈ കൊട്ടേഷൻ ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണെന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ ആരെന്ത് ചെയ്താലും അതൊന്നും മഹാലക്ഷ്മിക്കും കണ്ണനും ഏൽക്കില്ല. അതിനെല്ലാം ഒരു രക്ഷകനെ പോലെ അവിടെ മാർക്കോ ഇവർക്ക് വേണ്ടി എത്തുന്നുണ്ട്. ഇനിയുള്ള എപ്പിസോഡുകളിലാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.